കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളാണ് ഛത്തീസ്ഗഡിൽ സേവന പ്രവർത്തനം നടത്തുന്നവരാണിവർ. സേവന പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒന്നാണ്. അവിടെ ഒരു മനുഷ്യക്കടത്തം നടത്തുന്നില്ല. അവർ ഈ മേഖലകളിൽ ദുർഗ്, രാജനാൻഗാവ്, കാങ്കേർ ഈ സ്ഥലങ്ങളിൽ പാവപ്പെട്ട ആദിവാസികളടക്കമുള്ള മേഖലകളിൽ അവർ ചെയ്യുന്ന സേവനമാണ്. ഞാൻ ആ പ്രദേശത്തൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ വളരെ പിന്നോക്കമായി നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ അവിടെ പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യക്കടത്തും അവർ നടത്തുന്നില്ല. വാസ്തവത്തിൽ അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഈ കന്യാസ്ത്രീ അമ്മമാരെ ഇത്രയും ദുർഘടമായ സ്ഥലങ്ങളിൽ അവിടെ പോയി, പ്രത്യേകിച്ച് നക്സലൈറ്റ് മൂവ്മെൻറ്റുകൾ ശക്തമായ സ്ഥലങ്ങളിലൊക്കെ പോയി പാവങ്ങളെ സഹായിക്കുകയാണ്. ദുർഗ്, രാജനാൻഗാവ്, കാങ്കേർ, ദന്തേവാഡ ഈ പ്രദേശങ്ങളൊക്കെ വളരെ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളാണ്. പലർക്കും പട്ടിണിയാണ്. ആ സ്ഥലങ്ങളിൽ പോയി അവരെ സഹായിക്കാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും മുന്നോട്ട് വരുന്ന കന്യാസ്ത്രീ അമ്മമാരെ അഭിനന്ദിക്കുകയും അവരെ താങ്ങി നിർത്തുകയുമാണ് ചെയ്യേണ്ടത്. അവരെ അറസ്റ്റ് ചെയ്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ ഏത് മതപരിവർത്തനമാണ് നടത്തുന്നത്? അവിടെ ഏത് കുട്ടികളെയാണ് കടത്തിക്കൊണ്ട് പോയത്? ആ വീട്ടുകാരുടെ അനുവാദത്തോടെയല്ലേ പോയത്? അച്ഛനമ്മമാർ സമ്മതിച്ചിട്ടല്ലേ അവരെ കൊണ്ടുപോയത്? അപ്പോൾ ഈ നടപടി അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ്. ഇതിനെതിരായി കേരളം ഒരുമിച്ച് നിൽക്കണം, ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം. മതേതരത്വത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണിത്. ഭരണഘടനയെ തന്നെ തടങ്കലിലാക്കുന്ന നടപടിയാണിത്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശക്തമായ ബഹുജന മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ അരമനകൾ കയറുന്നു, അതേസമയം വടക്കേന്ത്യയിലേക്ക് പോകുമ്പോൾ അതേ വിഭാഗത്തിൽപ്പെട്ടവരെ ഇത്തരത്തിൽ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയാണ്. കേരളത്തിലാണെങ്കിൽ അരമനകളിൽ കയറി ഇറങ്ങി അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ എന്താ സ്ഥിതി? അവിടെ കന്യാസ്ത്രീ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ വളരെ കായികമായി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശാരീരികമായി അവരെ ആക്രമിക്കുന്നു. ഈ നടപടിയാണ് BJP കൈക്കൊള്ളുന്നത്. BJPയുടെ ഡബിൾ സ്റ്റാൻഡേർഡാണിത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, അവരെല്ലാവരും പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നാട്ടിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അവിടെ ദുർഘടമായ പ്രദേശങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നവരുണ്ട്. ത്യാഗോജ്ജലമായ പ്രവർത്തനമാണത്. അതൊന്നും മതപരിവർത്തനമോ മനുഷ്യക്കടത്തമോ ഒന്നും അല്ല. ഇതൊക്കെ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഇതിനെതിരായ പ്രതിഷേധം നടത്തണം. BJPക്ക് അവിടെ ഒരു നയം, ഇവിടെ ഒരു നയം. ഇതിനൊന്നും ചിലവാകാൻ പോകുന്നില്ല. BJPയുടെ ഈ തെറ്റായ നയത്തിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, ഏതൊരു വേദി കിട്ടിയാലും വെള്ളാപ്പള്ളി ചെയ്യുന്ന ഒരേ ഒരു കാര്യം സതീശനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു ലൈനാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഞാൻ ഈ മതമേലധ്യക്ഷന്മാർ പറയുന്ന അഭിപ്രായങ്ങളോട് പണ്ടും ഇപ്പോഴും മറുപടി പറയുന്നു. ഈ പാലോട് രവിയുടെ ഒരു ഓഡിയോ പുറത്തു വന്നു, അതിന് പിന്നാലെ നടപടി ഉണ്ടായി. അപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ വലിയ ഭിന്നതയുണ്ട്. പാലോട് രവിക്ക് അനുകൂലിച്ചൊരു വിഭാഗം രംഗത്ത് വരുന്നു. കോൺഗ്രസിനകത്ത് ഒരു ഭിന്നതയുമില്ല. കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായി. അദ്ദേഹം രാജിവെച്ചു. പുതിയ പ്രസിഡന്റ് N. ശക്തൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. അതൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ, പാർട്ടി അന്വേഷിക്കുന്നു. KPCC അധ്യക്ഷൻ പറഞ്ഞത് വീഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ ശക്തൻ ഈ DCC പ്രസിഡന്റ് ആയിട്ട് താൽക്കാലികമായി തെരഞ്ഞെടുത്ത ഉടനെ പറഞ്ഞത് അനാവശ്യമായ ഒരു കാര്യമാണ്, അങ്ങനെയൊന്നും ഒരു നടപടി സ്വീകരിക്കേണ്ടതെന്നായിരുന്നു എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഇതിൽ നിന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ സംസാരിക്കുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴും ഒക്കെ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ്. ആ ജാഗ്രത എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്ന് എനിക്ക് പറയാം.